സാറ് കേരളം ഇപ്പോൾ പ്രകൃതി ദുരന്തത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. 2018 വലിയ പ്രളയമുണ്ടായി. ഇപ്പോൾ 2024 ആയപ്പോൾ നാം വലിയ ഉരുൾപൊട്ടൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും അധികം ഞെട്ടിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പ്രളയ സാധ്യതയുള്ള ഒരു സ്ഥലമായി ആലപ്പുഴ മാറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാട് ഇത്തരം പ്രളയവും അതോടൊപ്പം തന്നെ ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ പിടിയിലാകുകയാണോ? ശരിക്കും പറഞ്ഞാൽ ഈ 2018 മുതലുള്ള പഠനമാണ് അവർ പറയുന്നത്. 2018 പ്രളയം നടന്നതിന് ശേഷമാണ് അങ്ങനെ പഠനം നടക്കുന്നത്. റൂർക്കിയിലെ ഗോഹത്തിയുടെ കീഴിലുള്ള IITകളാണല്ലോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക സ്ഥാപനങ്ങൾ പഠനം നടത്തുന്നത്. IIT ഗോഹത്തി, IIT മണ്ഡി, പിന്നെ മാണ്ഡി IIT, പിന്നെ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലൊരു സ്ഥാപനം. അവർ ഇതുപോലത്തെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുന്ന ഏജൻസിയാണ്. അപ്പോൾ ഈ 3 ഏജൻസികളുടെയും കൂടെ പഠനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് 74% സാധ്യത നമ്മളെ ആലപ്പുഴ ജില്ലയ്ക്കാണ് കാണിക്കുന്നത്. പക്ഷേ അതോടൊപ്പം പറയുന്നൊരു കാര്യമുണ്ട് ആ റിപ്പോർട്ടിൽ തന്നെ. പ്രളയം പോലെ തന്നെ വരൾച്ചയ്ക്ക് സാധ്യത ഉള്ളതാണ്. 74% പ്രളയവും 73% വരൾച്ച ഭീഷണിയാണ് എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ളതല്ലോ. പ്രളയവും വരാം, പ്രളയം കഴിഞ്ഞാൽ അതിരൂക്ഷമായ വരൾച്ച വന്നതും ആ ജില്ലയെ ബാധിക്കാം. പിന്നെ കോട്ടയം ജില്ലയും പറയുന്നുണ്ട്. കോട്ടയവും ആലപ്പുഴയാണ് 2 ജില്ലയായിട്ട് അതിനകത്ത് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നു. നമ്മളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മഞ്ഞുകാലം പോയി കേരളത്തിൽ നിന്ന്. ഇപ്പം മഞ്ഞുകാലം ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പോയി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കും പോയി എന്നുള്ള അർത്ഥത്തിലല്ലേ പറഞ്ഞു. ഈ വർഷത്തെ സീസണിലില്ല. മഴയുടെ കാലമാണിപ്പോൾ. കുയിലുകൾ കൂകുന്നില്ല. ശരിക്കും മഞ്ഞുകാലത്ത് കുയിലിൻ്റെ കൂകലും മാവുകൾ പുതിയത് പൂക്കലും നമുക്ക് ചിരപരിചിതമായ മഞ്ഞുകാലം അങ്ങനെയാണ്. നല്ല മഞ്ഞുകാലം, ശബരിമല സീസൺ എന്നൊക്കെ പറഞ്ഞാൽ നല്ല മഞ്ഞുകാലമാണ്. ശബരിമലയിലെ കമ്പിളി പുതപ്പുമായിട്ടൊക്കെയാണ് ആളുകൾ കൃത്യമായി പോയിക്കൊണ്ടിരുന്നത് ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഒന്ന് കമ്പിളി സെറ്റർ, കമ്പിളി പുതപ്പുമായിട്ടൊക്കെ ശബരിമല പോകാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ മഴക്കാലം, അതിതീവ്ര മഴ, റെഡ് അലർട്ട്. അപ്പം മഞ്ഞുകാലം പോയി. കുയിലുകൾ കൂകുന്നില്ല, വരുന്നില്ല നാട്ടിൽ. പിന്നെ എറണാകുളം ടൗണിൽ വരെ മഹാരാജ് കോളേജ്, ആലുവ ടൗണിലൊക്കെ വന്ന് കുയിൽ വന്ന് പാടുന്നതിനെ പറയുന്നു. കുയിൽ കൂകാന്നല്ല, കുയിൽ പാടുന്നു എന്ന് പറയും. വന്നിരുന്ന് മുളുന്ന സ്ഥലമായിരുന്നു കേരളം. അതെല്ലാം പോയി. ഒരുപാട് മാവുകൾ പൂക്കുന്ന കാലമാണിപ്പോൾ. അത് പോയി. കാലാവസ്ഥയ്ക്ക് നല്ല മാറ്റം വരികയാണ് കേരളത്തിൽ. ചെറിയ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് വലിയ മഴ കഴിഞ്ഞാൽ വലിയ വരൾച്ച. ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ മഴ കിട്ടുന്ന പ്രദേശങ്ങളിലൊന്നാണ് ചിറാപുഞ്ചി, പിന്നെ മൗണ്ട് സെൻട്രാം, മേഘാലയ, ഷില്ലോങ് റീജിയൻ്റെ അടുത്തൊക്കെ വരുന്ന മൗണ്ട് സെൻട്രാം, പിന്നെ ചിറാപുഞ്ചി. പക്ഷെ അവിടെയും മഴ ഒന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മഴയാണ്. നമുക്ക് 3000 മില്ലിമീറ്റർ എന്നൊക്കെ പറയുന്നതിനൊക്കെ അവിടെ 10000 മില്ലിമീറ്ററാണ്. നമ്മുടെ 3 ഇരട്ടി മഴയാണ്. എല്ലാ ദിവസവും മഴയാണ്. 24 മണിക്കൂറും എല്ലാ ദിവസവും ചെറിയ മഴയുള്ള പ്രദേശങ്ങളാണ് ഈ പറയുന്നത്. പക്ഷെ അവിടെയും ടാങ്കർ ലോറി വെള്ളം കൊടുക്കും മഴ കഴിഞ്ഞാൽ. മഴയുടെ ഗ്യാപ്പ് വന്നാൽ ടാങ്കർ ലോറി വെള്ളം കൊടുക്കും. കാരണം മഴ നിൽക്കുന്നില്ല. ഈ വരുന്ന മഴവെള്ളം ഭൂമിയിൽ പിടിച്ച് നിൽക്കുന്നില്ല. ഇപ്പോൾ ആലപ്പുഴയ്ക്കൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയം അതാണ്. കോട്ടയത്തിലും കേരളത്തിലാകെ വരുന്നൊരു വിഷയമാണ്. ഈ 2 ജില്ലയാണ് ഇവരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. വരുന്ന മഴവെള്ളത്തെ പരമാവധി സംരക്ഷിക്കാനുള്ള മണ്ണിൻ്റെ ഒരു കഴിവുണ്ടല്ലോ, അത് നഷ്ടപ്പെടുകയാണ്. സസ്യജാലങ്ങൾ കുറയുകയാണ്. ഇവിടെ വ്യാപകമായി നമ്മൾ മരങ്ങൾ മുറിച്ചത്. ഇന്നലെ തിരുവനന്തപുരം നഗരത്തിനകത്ത് ഞാൻ ഇന്നലെ അത് പോയി കണ്ടിരുന്നു. നമ്മുടെ പബ്ലിക് ഓഫീസിനകത്തൊരു ആഞ്ഞിലി മരം, മനോഹരമായൊരു മരമാണ്. എന്തിനാണ് മുറിച്ചതെന്നറിയില്ല. അവർ ഭീഷണി ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ മുറിച്ച് കളഞ്ഞു. മുറിക്കുന്ന മുമ്പേ അതൊന്ന് എന്തിനാണ് ചോദിക്കാനാണ് പോയത്. പക്ഷേ ചെല്ലുന്ന മുമ്പേ അവർ മുറിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് താമസിച്ചു പോയി. എൻ്റെ സുഹൃത്ത് സേനാഥ് മലയാളപ്പുഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ താമസിച്ചു പോയി. അല്ലെങ്കിൽ ചോദിക്കാമായിരുന്നു, നിങ്ങൾ എന്തിനാണ് മുറിക്കുന്നത്, സംരക്ഷിക്കണമെന്ന് പറയാമായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല. അപ്പോൾ വ്യാപകമായ കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നു. സൂക്ഷ്മ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ 5 ഡിഗ്രിക്ക് താഴെയാണ് പിന്നെ ചൂട്. അപ്പോൾ 5 ഡിഗ്രിക്ക് താഴെയായി പോയിട്ട്. അപ്പോൾ തണുപ്പാണ്, നല്ല തണുപ്പിലേക്ക് പോയിട്ടുണ്ട്. ചൂടില്ല അവിടെ. മഞ്ഞുണ്ട്, പുകയുണ്ട് അവിടെ. ഇവിടെ മഞ്ഞില്ല. വലിയ കാലാവസ്ഥ മാറ്റം സംഭവിക്കുകയാണ്. ആ കാലാവസ്ഥ മാറ്റത്തിൽ കേരളത്തിൽ നമ്മൾ ഇതിൽ തന്നെ ചെയ്തൊരു വീഡിയോ ഉണ്ട്. വളരെയധികം ആളുകൾ കണ്ടൊരു വീഡിയോ ആണത്. എറണാകുളം, കൊച്ചി ഇനി എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കുട്ടനാടിനെ കുറിച്ച് നമ്മൾ നിരന്തരം പറയുന്നൊരു വിഷയമാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടെ വന്നപ്പോൾ നമ്മൾ പറയുന്നത് എത്ര കറക്റ്റായി. അപ്പോൾ ഇപ്പം നമ്മൾ കുട്ടനാടിനെ കുറിച്ചൊരു 4-5 വർഷം മുമ്പ് ഞാൻ ചെയ്തിരുന്നു, ഇങ്ങനെ വീഡിയോ ചെയ്തിരുന്നു, ഓൺലൈനിൽ തന്നെ ചെയ്തിരുന്നപ്പോൾ ചിലരൊക്കെ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് അടിക്കുക, എന്തിനാണ് ഇങ്ങനെ ഭീതിപ്പെടുത്തുന്നത്, അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതിപ്പോൾ 3 വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ ഏജൻസികളാണ്, ചെറിയ ഏജൻസികളല്ല, പഠന റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആലപ്പുഴയാണ് ഇന്ത്യയിലെ
ഏറ്റവും കൂടുതൽ പ്രളയ സാധ്യത വരാനുള്ള 74% അവിടുത്തെ പ്രളയ സാധ്യത. വരൾച്ച സാധ്യത 73%. കോട്ടയം ജില്ലയിലെ വരൾച്ച സാധ്യത വളരെ വലുതാണ്. 2 ജില്ലയെ അവർ നോട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവമായി ജലസംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും ജൈവ വൈവിധ്യ സംരക്ഷണവും ഒക്കെ നടക്കേണ്ടുന്ന ഒരു സീരിയസ് വിഷയത്തിലാണ് നിൽക്കുന്നത്. പിന്നെ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരുപാട് ജനവാസം ഇനി അവിടെ അനുവദിക്കരുത്. അത് കൃഷിക്കും സീസണൽ കൃഷിക്കുമായിട്ടൊക്കെ വിട്ടുകൊടുക്കുക. സീസണൽ കൃഷിയൊക്കെ പറ്റത്തുള്ളൂ. കൃഷി കൊടുക്കുക, സീസണൽ കൃഷി എല്ലാ സീസണിലും ചിലപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, കൃഷിക്ക് ഉപയോഗിക്കുക. ബാക്കി ആളുകളെ അവിടെ നിന്ന് കൃത്യമായി മാറ്റിപ്പാർപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തേക്കൊക്കെ മാറുന്നുണ്ട്. പക്ഷേ കോട്ടയം ഇപ്പോൾ ഭീഷണി പറയുന്നുണ്ട്. അതൊരു നല്ല സിംറ്റമല്ല. വരൾച്ച ഭീഷണിയിൽ കോട്ടയവും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഗൗരവമായി നമ്മൾ കാണേണ്ട വിഷയമാണ്. ചൂരൽമല ദുരന്തമുണ്ടായപ്പോഴും പറഞ്ഞിരുന്നതാണ് മുൻപ് അവിടെ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ എന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ സംവിധാനങ്ങളും ജനങ്ങളും ഒന്നും ഇതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ പറയുമ്പോൾ ഇപ്പൊ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മളിപ്പോ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തു. അതിനകത്ത് ഒരാൾ വന്ന് ചോദിക്കുന്നു, എന്തിനാണ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പേടിപ്പിക്കുന്നു? ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല. നമ്മൾ IC യൂണിറ്റിൽ പേഷ്യന്റ് കിടക്കുകയാണ്, അല്ലെങ്കിൽ അസുഖം വരും, നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങളുണ്ട്, ശരീരത്തിന് ഇന്ന അസുഖങ്ങളുണ്ടെന്ന് ഡോക്ടർ പറയണം. അല്ലെങ്കിൽ ഞാൻ ശ്രീജിത്ത് ഡോക്ടറാണ്, ഞാൻ അടുത്ത് വന്നിരിക്കുന്നു പേഷ്യൻ്റായിട്ട്, അപ്പോൾ എന്തൊക്കെയാണ് ഡോക്ടറെ വിശേഷം, എനിക്ക് എന്താ പ്രശ്നം, ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ടെന്നപ്പോൾ ഞാൻ ഡോക്ടറോട് ചൂടായിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെന്തിനാ അങ്ങനെ ഷുഗർ ലാബിൽ ചെല്ലുമ്പോൾ ഷുഗറിൻ്റെ റേറ്റ് കൂടുതലാണ്, ഞാൻ ലാബിലിരിക്കുന്ന അസിസ്റ്റൻറ്റിനോട് ബലം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ പ്രശ്നങ്ങൾ അത്രയും സംഘർഷപൂരിതമായിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ മാറ്റം ഒരു യാഥാർത്ഥ്യമാണ്. കടലിൻ്റെ ചൂട് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആഗോളതാപനം വലിയൊരു വിഷയമാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുന്നു, മീഥേൻ്റെ അളവ് കൂടുന്നു. ഒരു കാരണവശാലും നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായി മഴയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു. മഴ മാറിപ്പോകുന്നതനുസരിച്ച് വരൾച്ച ഉണ്ടാകുന്നു. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാലത്തിന്. ഈ മാറ്റം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടുന്ന പഠന റിപ്പോർട്ടുകൾ നമ്മൾ മുഖവിലേക്ക് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ളതാണ്. അല്ല ഇതൊക്കെ അവഗണിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ചൂരൽമലയിൽ തന്നെ 1984 ഉരുൾപൊട്ടലുണ്ടായി, 2000 2020 21 പല വർഷങ്ങളിൽ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായി. എന്നിട്ടും വ്യാപകമായി അവിടെ എന്തനുവദിച്ചു? നിർമ്മാണ പഴയതായിക്കോട്ടെ. റിസോർട്ടുകളെ കുറിച്ച് ആരും അനധികൃതമായി എത്ര റിസോർട്ടുകൾ, മാത്രമല്ല പുതിയ ബിൽഡിങ്ങുകൾ വരുമ്പോൾ പഴയത് കുറച്ച് ആളുകൾ താമസിക്കുന്നു. ഓക്കെ, അത്രയും കുറച്ചല്ലേ നമുക്ക് ദുരന്തമൊക്കെ വന്നാലും കുറച്ചല്ലേ പ്രശ്നം പരിഹരിക്കാം. കുറച്ച് കാര്യമുള്ളൂ, അവരെ ഈ സീസണിൽ മാറ്റി താമസിപ്പിക്കണം. മഴ സീസണിൽ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഇത് വീണ്ടും വ്യാപകമായിട്ട് നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. എന്നിട്ടിപ്പോൾ കുറവുണ്ടോ? ഇത് കഴിഞ്ഞ ഉടനെ ഒരു ടൂറിസത്ത് ഒന്ന് ഇടിഞ്ഞായിരുന്നു. അവിടെ മൊത്തത്തിൽ ടൂറിസം ഇടിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വന്ന് പറയണം, വയനാട്ടിൽ ഒരു കുഴപ്പമില്ല, എല്ലാവരും വന്നോളൂ. അങ്ങനെ ഒരു ക്യാരിങ് കപ്പാസിറ്റി ഇല്ലേ? ആലപ്പുഴയ്ക്കും ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, കുട്ടനാടിന് ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. ഒരു വാഹനത്തിൽ കൊള്ളാവുന്നതിനധികം ആൾ കയറി പോയാൽ എങ്ങനെ ഇരിക്കും? അല്ല, കുട്ടികളെ നിറച്ച് പോകണം കണ്ടിട്ടില്ലേ? ചില സ്കൂൾ ആട്ടോ ഒക്കെ പോകണം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വാനൊക്കെ പോകണം കണ്ടിട്ടില്ലേ? 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 100 കുട്ടികളെ കയറ്റിക്കൊണ്ട് പോകും. അപകടം തന്നെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ജീവിക്കുന്നതിന് ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. അതൊന്നും നോക്കാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ വയനാടിൻ്റെ കഥയായാലും അങ്ങനെ തന്നെ, ഇടുക്കിയുടെ കഥയായാലും അങ്ങനെ തന്നെ, കുട്ടനാടിൻ്റെ കഥയായാലും അങ്ങനെ തന്നെ. ജനസംഖ്യ കൂടുതലാണ്, ശരിയാണ്. എല്ലാവർക്കും വലിയ വീട് വേണം, എല്ലാവർക്കും വലിയ സംവിധാനങ്ങൾ വേണം, വലിയ റോഡ് വേണം, തീരദേശ ഹൈവേ വേണം, മലയോര ഹൈവേ വേണം, തുരങ്കപാത വേണം, വൻകിട പദ്ധതികൾ എല്ലാവർക്കും വേണം. എന്താ ചെയ്യുക? നക്ഷത്ര ഹോട്ടലുകൾ വരുന്നതാണ് വികസനമെന്നാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന തന്നെയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുള്ളത് എവിടെയാണ്? കേരളത്തിലാണ്. എന്നാണ് ഓരോ ജില്ലയിലും വലിയ വലിയ ഹോട്ടലുള്ളത്. ഇത് വലിയ വികസനമല്ലേ രാജ്യത്ത് വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളിവിടുത്തെ അടിസ്ഥാന വിഭാഗത്തിൻ്റെ കയറ്, കൈത്തറി, കശുവണ്ടി തുടങ്ങിയ അടിസ്ഥാന വിഭാഗങ്ങൾ, ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ഇതൊന്നും നമ്മൾ കാണാതെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കാണാതെ വരുന്ന വികസനവും, ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞെന്ന് വെച്ചാൽ, അത്തരം സോക്കാൾഡ് റിസോർട്ട്, സോക്കാൾഡ് വികസനം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ പ്രകൃതി ഇത്രയും എന്ത് ചെയ്യുന്നത്, വല്ലാതെ ഉപദ്രവിക്കുന്നത്. നമ്മുടെ കണ്ടൽക്കാടുകളൊക്കെ നശിപ്പിക്കപ്പെടുമ്പോഴാണ് ഈ കൂടുതൽ പ്രതിസന്ധികൾ കൂടുതൽ വരുന്നത്. ഇപ്പോൾ ആലപ്പുഴയിലും ഏത് പ്രദേശത്തായാലും കണ്ടൽക്കാടുകൾ ഇല്ലാതാക്കുന്നു, പിന്നെ വയലുകൾ നശിപ്പിക്കപ്പെടുന്നു, വെള്ളപ്പൊക്കത്തിന് ചെറിയൊരു മഴ വന്നാൽ തന്നെ ചെറിയ മഴയത്തിൽ വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് പോകുന്നു, പ്രളയത്തിലേക്ക് പോകുന്നു. അത് വലിയ പ്രതിസന്ധി തന്നെയാണ്, നമ്മുടെ വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഈ പഠന റിപ്പോർട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും കേരള സമൂഹം ഇത് ചർച്ച ചെയ്യപ്പെടണം. മറ്റൊരുപാട് കാര്യങ്ങൾ, മസാല വിഷയങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളും വിവാദ വിഷയങ്ങളും ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളും രാഷ്ട്രീയ മസാലകളും ഒക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ വളരെ ഗൗരവമായി വാർത്തകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഈ പറയുന്ന ഫ്യൂച്ചറാണ് കൂടുതലും പറയുന്നത്.
അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. ഈ 3 റിപ്പോർട്ടും അടിസ്ഥാനപരമായി തന്നെ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. അതിനാവശ്യമായ നടപടികൾ, എന്ത് നടപടിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഒരുപാട് പറയുന്നു, റൂം ഫോർ റിവർ, പിന്നെ റീബിൽഡ് കേരള, ഇങ്ങനെയൊക്കെ പറയുന്നു കുറേ കാര്യങ്ങൾ. പക്ഷേ ഒന്നും അങ്ങോട്ട് ഫലത്തിൽ നടക്കുന്നില്ല. അത് ഗൗരവമായി ഗവൺമെൻറ് ചിന്തിക്കേണ്ട സമയമായി. ഗവൺമെൻറ് മാത്രമല്ല, ജനങ്ങളും ഗവൺമെൻറ്റും പഞ്ചായത്ത് രാജ് സ്ഥാപനം, ഞാൻ ഗവൺമെൻറ് മാത്രമല്ലല്ലോ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും ജനങ്ങളും ഗവൺമെൻറ്റും ഒന്നിച്ച് ഇതിനകത്തേക്ക് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണം, ചിന്തിക്കണം. നമുക്ക് ആവശ്യമായ പ്രിക്കോഷൻ, പ്രതിരോധ നടപടികൾ എടുക്കേണ്ട സമയമായി.